നമസ്കാരം. ജോൺസൺസ് ടാർഗറ്റിൻ്റെ നിരീക്ഷണത്തിൻ്റെ വളരെ പ്രസക്തമായ അടുത്തൊരു ഭാഗവുമായാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. വളരെ പ്രസക്തമായ എന്ന് പറഞ്ഞാൽ അതീവ പ്രസക്തമായ, എല്ലാ ഭാഗങ്ങളെ പോലെ തന്നെ വളരെ പ്രസക്തമായ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ട് ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കാം. നമ്മുടെ ജീവിതത്തിലെ, ഭാരതീയ ജീവിതത്തിലെ നന്മകൾ ഭൂരിഭാഗവും എടുത്തു കളയുന്ന, ഭാരതത്തിൽ ജീവിക്കുന്നതിൻ്റെ ഗുണങ്ങൾ നശിപ്പിച്ചു കളയുന്ന, നമുക്ക് ലഭിച്ചിട്ടുള്ള ജീവൻ്റെ സത്ത് ഊറ്റിക്കുടിക്കുന്ന ഒരു വലിയ ചതിയുടെ വിഷയത്തിലേക്കാണ് നമ്മളിപ്പോൾ വരുന്നത്. അതീവ ശ്രദ്ധയോടുകൂടി, ജാഗ്രതയോടുകൂടി കേൾക്കുക, മനസ്സിലാക്കുക, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മൾ പറയാൻ പോകുന്ന ഇംഗ്ലീഷ് വേർഡ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നതിനെ കുറിച്ചാണ്. ആ ഒരു എക്സ്പ്ലനേഷൻ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആധികാരികമായി സംസാരിക്കാൻ പോകുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന ഒരു കാര്യമാണ്. എക്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതാണ്. കഴിഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് കൂടുതലും പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ വ്യക്തിയും വിശദീകരിക്കുന്നതിന് തുല്യമാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് ജീവിതത്തിൽ അർത്ഥതലത്തിൽ ഒന്നുമില്ലാത്ത കാര്യങ്ങളാണ്. ഇത് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ. എക്സ് എം എൽ എക്ക് അർത്ഥമില്ല, എക്സിനും അർത്ഥമില്ല. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞു പോയിട്ടുള്ളത്. അപ്പൊ ഈ എക്സ് എന്ന് പറയുന്നത് എക്സ് മിലിറ്ററി മെൻ നമ്മളോട് പറഞ്ഞു, എക്സ് എം പി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ചതിയിൽ നമ്മുടെ തലയിൽ കെട്ടിവെച്ചിട്ടുള്ളതാണ് ഈ എക്സ്. എക്സ് ഈസിക്കൽ ടു എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈസിക്കൽ ടു എന്ന് പറഞ്ഞാൽ സമമൊന്നുമല്ല, അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ കെട്ടിവെച്ചിട്ടുള്ളത് സമം എന്നാണ്. എന്താണ് ഈ സമം? സമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമം എന്ന് പറയുന്ന ഭാഷാ അർത്ഥമാണ് ഭാരതത്തിലുള്ളത്. അതല്ല എക്സ് എന്ന് പറയുന്നത്. എക്സ് സമം എന്ന് പറഞ്ഞാൽ എക്സ് ഈസിക്കൽ ടു എന്ന് പറയുമ്പോൾ അത് ഓരോരുത്തർക്കും കൊടുക്കാവുന്നതാണ്. എക്സ് ഈസിക്കൽ ടു ഇന്നത്. അപ്പോൾ അവിടെ മൂല്യം മാറി. ഓരോ മനസ്സിനും മനുഷ്യനും അടിസ്ഥാനപ്പെടുത്തി, ഓരോരുത്തൻ്റെ വിവരത്തിനും വിവരക്കേടിനും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എക്സ് എന്ന് പറയുന്ന പുലയാട്ട് തലയിൽ കയറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന പ്രൊനൗൺസിയേഷൻ, ശബ്ദമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ എക്സ് എന്ന് പറഞ്ഞാലും എക്സ് എന്ന് പുലമ്പിയാലും രണ്ടും ഒരേ പ്രൊനൗൺസിയേഷനാണ് വരുന്നത്. എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്പ്ലാനേഷൻ ആണ്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് തോന്നിയ മൂല്യം കൊടുത്തു. അതിന് ഒരാളുടെ കൂതറ നിലവാരമാണെങ്കിൽ ആ കൂതറ നിലവാരത്തിലാണ് അയാളുടെ എക്സ് വരുന്നത്. എക്സ് പ്ലാൻ ആണ്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയാത്തതൊന്നും എക്സ് എന്നാണ് പറയുക. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കൊടുക്കുന്ന വിലയ്ക്കനുസരിച്ച് ഇത് മാറും. എക്സ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല എന്താന്നുള്ളത്. ഇപ്പോൾ കൊക്കക്കോള എന്ന് പറയുന്ന വിഷം കൊടുക്കുന്ന ഇതിൻ്റെ സീക്രട്ട് ഫോർമുല എന്ന് പറയുന്നത് 7x എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്രട്ട് ആണെന്നാണ് അവർ പറയുന്നത്. വാട്ട് ഈസ് ദ സീക്രട്ട് ഫോർമുല ഓഫ് കൊക്കക്കോള എന്ന് ചോദിച്ചാൽ അതിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത്, സീക്രട്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, ഇറ്റ് ഈസ് 7x, 7x കൂടിയത് അത്ര. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യം എന്നും അർത്ഥമുണ്ട്. അർത്ഥം എന്ന് പറഞ്ഞാൽ മീനിങ് ഉണ്ട്. ഭാരതീയ ഭാഷയിൽ ഇതിനൊന്നിനും അർത്ഥമില്ല. അർത്ഥമില്ലാത്തത് അനർത്ഥം എന്നുള്ളത് നമ്മൾ ഒരുപാട് തവണ സംസാരിച്ചിട്ടുള്ളതാണ്, നമുക്കറിയാവുന്ന കാര്യവുമാണ്.
അപ്പോൾ എക്സ്പ്ലാനേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരുന്നത് ഭൂരിഭാഗവും തട്ടിപ്പാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഒരാൾ എക്സ്പ്ലാൻ ചെയ്യുന്നതും വേറെ ആൾ എക്സ്പ്ലാൻ ചെയ്യുന്നതും വെവ്വേറെയാണ്. എക്സ്പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാൻ എക്സായി, എക്സ്പയറി എന്ന് പറഞ്ഞാൽ ഇവർ എക്സ്പയറി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഞാനൊരു തോന്നിയത് എനിക്ക് അപ്പ തോന്നിയത് അപ്പ എന്ന് വിളിക്കുന്ന പോലെയാണ്. അപ്പ തോന്നിയതിനെ അപ്പ എന്ന് വിളിച്ചു. ഞാനിവിടെ വന്നിട്ട് ചോദിക്കുകയാണ്, ഇവിടെ ഒരാൾ അപ്പുറത്ത് ഒരു വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പുറത്തെ ഒരു വിഷയങ്ങളിൽ ഒരാൾ തട്ടിപ്പോയി. അപ്പോൾ ഇൻവെസ്റ്റിഗേഷനിലെ ആളുകൾ വരുന്നു. ഇൻവെസ്റ്റിഗേഷനിലെ ആൾ വന്നിട്ട് അയാൾ നോക്കി എന്താണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ അയാൾ വന്നിട്ട് നോക്കിയിട്ട് അയാൾക്ക് തോന്നിയ ഒരു എക്സ് പ്ലാൻ കൊടുത്തു. അതായത് ആ പ്ലാൻ നടന്നു കഴിഞ്ഞ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഇയാൾക്ക് തോന്നുന്ന പോലെ കൊടുക്കുന്ന ഒരു കാര്യത്തിനെയാണ് എക്സ്പ്ലാനേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ചെറുപ്പം മുതലേ പഠിപ്പിക്കേണ്ടത് എക്സ്പ്ലനേഷൻ കൊടുക്കണം. എന്താണ് എക്സ്പ്ലനേഷൻ? കഴിഞ്ഞു പോയ ഒരു പ്ലാനിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് തോന്നിയ പോലെ പുലമ്പാനുള്ള ഒരു അധികാരത്തിന്റെ പേരാണ് എക്സ്പ്ലാനേഷൻ. എക്സ് കഴിഞ്ഞത് എക്സ്പ്ലാനേഷൻ. കഴിഞ്ഞു പോയൊരു പ്ലാനിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് സൗകര്യമുള്ളത് നിങ്ങൾക്ക് പുലമ്പാം എന്നാണ് അവർ പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇതുപോലെ തന്നെയാണ് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയാണ്. ഒരാൾ തട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ എക്സ്, അതായത് എക്സ് പ്ലാൻ അവിടെ നടക്കാനുള്ളത് നടന്നു കഴിഞ്ഞു. ആ പ്ലാൻ എക്സ് പ്ലാൻ നടന്നു കഴിഞ്ഞു. അതിന് പോസ്റ്റ് എക്സ് ഈസിക്കൽ ടു രണ്ടിനർത്ഥമില്ല, ഈസിക്കൽ ടു പോസ്റ്റ്. മോർട്ടം എന്ന് പറഞ്ഞാൽ ആൾ തട്ടിപ്പോയി എന്നർത്ഥം. മോർട്ടാലിറ്റി എന്നൊക്കെ അവർ പറയുന്നത്. എക്സ്പ്ലാനേഷൻ ഈസിക്കൽ ടു പോസ്റ്റ് മോർട്ടം. അവിടെ ഒരാൾ തട്ടിപ്പോയതിൻ്റെ കാരണം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ തട്ടിപ്പുകാർ ഇറങ്ങിയിട്ടുള്ളത്. പോസ്റ്റ് മോർട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കഴിഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യം ഒരാൾ തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇന്നതാന്ന് പറയണേ. അതിന് കാരണം ജീവൻ പോകുന്നതിന് കാരണം എന്താന്നുള്ളത് ആർക്കറിയണത്? ജീവനെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ഇംഗ്ലീഷ് ക്രിസ്ത്യൻ സയൻസ് എന്ന് പറയുന്നവർ അവരുടെ കുറേ തട്ടിപ്പ് ഇതും അതും ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് അവർ പുലമ്പാണ് എന്തെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എന്താ ഈ പോസ്റ്റ്മോർട്ടം? ഭാരതത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല. കാരണം ഭാരതത്തിൽ പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുലയാട്ടില്ല. ഈ കള്ളന്മാർ വന്നപ്പോഴാണ് ഈ പോസ്റ്റ്മോർട്ടം വന്നിട്ടുള്ളത്. നമ്മൾ ഒരാൾ തട്ടിപ്പോയി കഴിഞ്ഞാൽ ആ തട്ടിപ്പോയിട്ടുള്ള ആളെ പരമാവധി വേഗത്തിൽ സംസ്കരിക്കുക എന്നുള്ളതാണ്. സംസ്കരിക്കുകയല്ല, അയാളെ കുഴിച്ചിടുക, അഗ്നിക്കിരയാക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. സംസ്കരിക്കലില്ല. സംസ്കരിക്കുള്ളത് ജീവനുള്ളതിനാണ് സംസ്കരിക്കൽ വരുന്നുള്ളൂ. ഇത് സംസ്കാരമില്ല. ഇതിൽ നമ്മളോട് തെറ്റിപ്പറയാണ്. സംസ്കരിക്കലല്ലാതെ. അപ്പോൾ ഈ പറയുന്ന ആള് പോസ്റ്റ്മോർട്ടം നടത്തുന്നു എന്ന് പറയുന്ന എക്സ്പ്ലാൻ ഉണ്ടാക്കുന്ന കഴിഞ്ഞുപോയ എന്തിനെ കുറിച്ചിട്ടോ ഇയാൾക്ക് തോന്നിയത് പുലമ്പുന്ന ഒരാൾ എന്താ പുലമ്പണത്? അയാൾക്ക് ഇഷ്ടമുള്ളത് അയാൾ പറഞ്ഞു. ഇന്ന കാരണം കൊണ്ടാണ് പോയത്. നിങ്ങൾ പോയി ചോദിക്കണ്ട ഇന്ന കാരണം കൊണ്ടാണോ, വേറെ കുറേ കാരണങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതിൽ ഏത് കാരണം കൊണ്ടാണ് അയാൾ തട്ടിപ്പോയെന്നുള്ളത് ഈ പറയുന്ന ഈ പോസ്റ്റ് മോർട്ടം നടത്തുന്ന എക്സ്പ്ലാനേഷൻ നടത്തുന്ന ആൾക്ക് പറയാൻ പറ്റുമോ? കൃഷിനാശം ഉണ്ടായി, അതിനെന്താണ് എക്സ്പ്ലാനേഷൻ? അതിൻ്റെ എന്താണ്? കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ എല്ലാ കാലത്തും ഓരോ സ്ഥലത്തും വെവ്വേറെയാണ്, അത് മാറിക്കൊണ്ടിരിക്കും. ആഗോള താപനം, ആർക്കും ഒന്നും അറിയാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ തൊള്ളോണ്ട് പുലയാടുന്നതിൻ്റെ പേരാണ് എക്സ്പ്ലാനേഷൻ. ഈ എക്സ്പ്ലാനേഷൻ തന്നെയാണ് പോസ്റ്റ്മോർട്ടം. കഴിഞ്ഞ ഒരാൾ തട്ടിപ്പോയി, അപ്പോൾ അയാളെ വിളിച്ചിട്ട് ചോദിക്കാൻ പറ്റുമോ അത് നിങ്ങളെങ്ങനെ തട്ടിപ്പോയത് എന്ന് ചോദിക്കാൻ പറ്റുമോ? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് അയാൾ സ്വാഭാവിക മരണം എന്ന് പറഞ്ഞിട്ടുള്ള എത്ര കാര്യങ്ങൾ കുറേ കഴിഞ്ഞിട്ട് അത് കൊലപാതകമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. എത്രയെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് കേസുകൾ അങ്ങനെ തെളിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഈ എക്സ്പ്ലനേഷൻ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന പുലയാടിയിട്ടുള്ള ആളുകളുടെ അതിൻ്റെ ആധികാരികത എന്താണ്? അത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇത് രണ്ടും കള്ളത്തരാണ്. എക്സ്പ്ലാനേഷനും പോസ്റ്റ്മോർട്ടവും കള്ളത്തരാണ്. കാരണം ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ അറിയാത്തവന്മാർ തൊള്ളോണ്ട് പുലയാടുന്നതിനെയാണ് എക്സ്പ്ലാനേഷൻ എന്നും
അവർക്ക് തോന്നുന്നതാണ് ഈ എക്സ്, നിങ്ങൾക്ക് തോന്നുന്നതാണ്, ഓരോ വ്യക്തിക്കും തോന്നുന്നതാണ് എക്സ്. ഒരാളുടെ എക്സ് അല്ല മറ്റേ എക്സ്, ഒരാളുടെ പോസ്റ്റ്മോർട്ടം അല്ല വേറൊരാളുടെ പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും തോന്നുന്നതാണ്. ഇത് വെച്ചിട്ട് ഒരുപാട് ആളുകളുടെ ജീവിതങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ ജീവിതം, ഭാരതീയരുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത അർത്ഥരഹിതമായ, അർത്ഥമില്ലാത്തത് അനർത്ഥം, മരണമടക്കമുള്ളത് തന്നെയാണ് അനർത്ഥം എന്ന് പറയുന്നത്. അനർത്ഥമാണ് ഇവരെ എക്സ്പ്ലാനേഷനിലൂടെയും പോസ്റ്റ് മോർട്ടം എന്ന് പറയുന്ന തട്ടിപ്പിലൂടെയും വഞ്ചനയിലൂടെയും ഭാരതത്തിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിനി ഇങ്ങനെയുള്ള പുലയാട്ടുകൾ കേൾക്കുമ്പോൾ എക്സ്പ്ലാനേഷൻ എന്താണെന്ന് പെട്ടെന്ന് ആലോചിക്കുക, മനസ്സിലാക്കുക. ഇത് തട്ടിപ്പാന്ന് മനസ്സിലാക്കുക, ഉള്ളിൽ പറയുക, നിങ്ങളുടെ അടുത്തുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കിപ്പിക്കുക. പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ അത് അവസാന വാക്കല്ല. ഒരാൾ വിളിച്ചു വെച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് തട്ടിപ്പോയി എന്ന് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾക്ക് എന്ത് തോന്നുന്നു? ഇന്ന കാരണം കൊണ്ടാണ് തട്ടിപ്പോയത്, ഇന്ന കാരണം കൊണ്ടാണ് അയാൾക്ക് തോന്നുന്ന പോലെ അയാൾ പുലമ്പി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പേപ്പർ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വിഷയമാണ്. പേപ്പറിൽ എഴുതി തന്നു. അത് പ്രത്യേകിച്ച് എന്തെങ്കിലും ആധികാരികത ഉണ്ടോ? ഒരു ആധികാരികതയില്ല. ഇത് ആധികാരികതമായിട്ടുള്ള എന്ന് പറഞ്ഞു തരുന്ന ഈ പേപ്പർ കൊണ്ട് അയാൾ തട്ടിപ്പോയത് ഇന്നത് കൊണ്ടാണ് എന്ന് എഴുതി തന്നു കഴിഞ്ഞാൽ അയാൾ അതുകൊണ്ടാണോ തട്ടിപ്പോയത്? എന്തെങ്കിലും തെളിവുണ്ടോ? ഒരു തെളിവില്ല. ഇവർക്ക് തോന്നുന്നത് ഇവര് പുലമ്പി. ഇനി ഇത് തെറ്റായിട്ടാണ് ഇവര് ഭൂരിഭാഗം പറയുന്നത്. ജീവനെ കുറിച്ച് ആർക്കും, ഇംഗ്ലീഷ് ക്രിസ്ത്യൻ സയൻസ് അടക്കം ഒന്നിനും ജീവനെ കുറിച്ച് ഒരു ധാരണയില്ല. അവരൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണോണ്ട്, ഈ പറയുന്ന ഒരു പേപ്പർ തന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ആർക്കെങ്കിലും ഗുണമുണ്ടോ? ഒരു ആൾക്കും ഗുണമില്ല. ഇങ്ങനെ തട്ടിപ്പുകൾ വെച്ചിട്ട് എക്സ്പ്ലാനേഷൻസും പോസ്റ്റ് മോർട്ടവും വെച്ചിട്ട് നമ്മുടെ ജീവിതം ഇവർ കൊളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതീയരുടെ ജീവിതം കൊളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് മുക്തി നേടേണ്ട സമയമായിരിക്കുകയാണ്. ഇത് നിങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് ഇന്നത്തെ ഈ അവസരം നമ്മൾ വിനിയോഗിക്കുന്നത്. ശ്രദ്ധയോടെ ഇത് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇവിടെ സമർപ്പിക്കുകയാണ്. എല്ലാവരോടും നന്ദി പറയുകയാണ്. എല്ലാവരിലേക്ക് ഇത് എത്തട്ടെ. ആളുകളുടെ ജീവിതം മാറിമറിയട്ടെ. ഈ തട്ടിപ്പുകൾ ജീവിതത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ, ഭാരതീയരുടെ ജീവിതത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ എല്ലാവർക്കും ഒറ്റക്കെട്ടായി, ഈ ഭാരതഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ കേട്ട നിരീക്ഷണത്തിൻ്റെ ഈ അതിപ്രസക്തമായ ഭാഗം കേട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.